ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭയിൽ മോശമായി പെരുമാറിയെന്ന് കാണിച്ച് 8 പ്രതിപക്ഷ എംപിമാർക്ക് സസ്പെൻഷൻ. വെള്ളിയാഴ്ച നടക്കുന്ന പരീക്ഷാ പേ ചർച്ച വീക്ഷിക്കാൻ പൌരന്മാരോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതാണ് ഇന്ത്യ US വ്യാപാര കരാറെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. 4.5 വർഷത്തിനുള്ളിൽ വനിതാ വികസന കോർപ്പറേഷൻ വഴി 3.5 ലക്ഷത്തോളം വനിതകൾക്ക് തൊഴിൽ നൽകിയതായി മന്ത്രി വീണ ജോർജ്. വാർത്തകൾ വിശദമായി. വെള്ളിയാഴ്ച നടക്കുന്ന പരീക്ഷാ പേ ചർച്ച പരിപാടി കാണാൻ പൌരന്മാരോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ യുവജനങ്ങളുമായി സംവദിക്കുന്നത് ഉന്മേഷദായകമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സമ്മർദ്ദമില്ലാതെ പരീക്ഷകളെ നേരിടേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭയിൽ മോശമായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടി ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള 8 പ്രതിപക്ഷ എംപിമാരെ സസ്പെൻഡ് ചെയ്തു. ബജറ്റ് സമ്മേളന കാലയളവിലേക്കാണ് സസ്പെൻഷൻ. ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അതിനിടെ രാജ്യസഭയിൽ ഇന്നും നന്ദിപ്രമേയ ചർച്ച നടന്നു. കേന്ദ്ര സർക്കാരിന്റെ നശാമുക്ത് ഭാരത് അഭിയാൻ പദ്ധതി വഴി 25 കോടിയിലധികം പേരിലേക്ക് ലഹരി വിരുദ്ധ സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ. ലഹരി വിമുക്തിക്കായി സഹായം തേടുന്നവർക്ക് പ്രാഥമിക കൌൺസിലിംഗും മറ്റ് അനുബന്ധ സേവനങ്ങളും ഉറപ്പാക്കുന്നതിനായി 14446 എന്ന ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ സജ്ജമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ അമേരിക്ക സന്ദർശനം തുടരുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ വിളിച്ചു ചേർത്ത ക്രിട്ടിക്കൽ മിനറൽസ് മന്ത്രിതല യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. മുതിർന്ന US ഉദ്യോഗസ്ഥരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ ദേശീയ താൽപര്യം മുൻനിർത്തിയുള്ള ചരിത്രപരമായ വ്യാപാര കരാറിനാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ധാരണയായതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതാണ് വ്യാപാര കരാറെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. एक बड़ा मजबूत भारत के भविष्य को 4 चांद लगाने वाला ट्रेड डील माननीय प्रधानमंत्री नरेंद्र मोदी जी के नेतृत्व में फाइनलाइज किया गया है. वो हमारे सभी पड़ोसी उन सभी देशों में सबसे बढ़िया डील भारत को मिली है, जो देशवासियों के उज्जवल भविष्य के लिए शुभ संकेत लाती है. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, MSMEകൾ, വനിതാ സംരംഭകർ, യുവാക്കൾ എന്നിവർക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാൻ കരാറിലൂടെ സാധിക്കുമെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി. കേരളത്തിൽ SIRന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21 പ്രസിദ്ധീകരിക്കും. ഇതുവരെ ലഭിച്ച അംഗീകരിക്കപ്പെട്ട അപേക്ഷകൾ ഉൾപ്പെടുത്തിയാകും പട്ടിക പ്രസിദ്ധീകരിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു കേൽക്കർ അറിയിച്ചു. പട്ടികയുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും പരാതികളും സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചെങ്കിലും പൊതുജനങ്ങൾക്ക് തുടർന്നും അപേക്ഷകൾ സമർപ്പിക്കാൻ അവസരമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല വിഷയത്തിൽ നിയമസഭ ഇന്നും പ്രക്ഷുബ്ധം. പ്രതിപക്ഷ MLAമാർ പ്രതിഷേധിക്കുന്നതിനിടെ ഒരംഗം സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറാൻ ശ്രമിക്കുന്നതടക്കമുള്ള അസാധാരണ രംഗങ്ങളായിരുന്നു നിയമസഭയിൽ അരങ്ങേറിയത്. പ്രതിപക്ഷം ബഹിഷ്കരണം പ്രഖ്യാപിച്ച് പുറത്തുപോയി. തുടർന്ന് ബജറ്റ് ചർച്ച ഉൾപ്പെടെ തുടർന്നു. സഭ നാളെ വീണ്ടും സമ്മേളിക്കും. 4.5 വർഷത്തിനുള്ളിൽ വനിതാ വികസന കോർപ്പറേഷൻ വഴി 3.5 ലക്ഷത്തോളം വനിതകൾക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ തൊഴിൽ ലഭ്യമാക്കിയതായി മന്ത്രി വീണ ജോർജ്. എസ്കലേറ ദി വിമൻ ഫെസ്റ്റ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തിൽ മികച്ച മുന്നേറ്റമാണ് കേരളം നടത്തിയതെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി സുപ്രധാന ഭരണ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ തീരുമാനം. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ ഉൾപ്പെടെ കർമ്മ പദ്ധതി തയ്യാറാക്കാൻ പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉദ്യോഗസ്ഥതല യോഗം തീരുമാനിച്ചു. പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ആമുഖം സ്കൂളുകളിലെ സ്പെഷ്യൽ അസംബ്ലികളിൽ വായിക്കണമെന്നും യോഗം നിർദ്ദേശം നൽകി. കണ്ണൂർ മാലൂർ പഞ്ചായത്തിലെ തൃക്കടാരിപ്പൊയിലിൽ ചത്ത കാക്കയുടെ സാമ്പിൾ പരിശോധിച്ചതിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ. മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജനുവരി 17 ഇരിട്ടി എടക്കാനത്ത് ചത്ത കാക്കയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. സപ്ലൈകോ ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില കുറച്ചു. ലിറ്ററിന് 289 രൂപയാണ് നിർദ്ദേശിച്ചിട്ടുള്ള സബ്സിഡി വിൽപ്പന വില. വിപണി വില വർധനവ് കണക്കിലെടുത്താണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ നടപടി.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. വികസനത്തിനൊപ്പം പൈതൃകവും എന്ന മന്ത്രം ഉൾക്കൊള്ളുന്നതിലൂടെ ത്രിപുര അതിവേഗ വികസനത്തിലേക്കും പുതിയ നേട്ടങ്ങളിലേക്കും കുതിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ലേഖനം സമൂഹമാധ്യമത്തിൽ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 2073 പോയിന്റ് ഉയർന്ന് 83,739-ലും നിഫ്റ്റി 639 പോയിന്റ് നേട്ടത്തിൽ 25,728-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 560 രൂപ വർദ്ധിച്ച് 1,12,880 രൂപയും ഗ്രാമിന് 14,110 രൂപയുമാണ് ഇന്നത്തെ വില. വ്യോമസേനയുടെ K2K കന്യാകുമാരി കാർഗിൽ സൈക്കിൾ റാലിക്ക് ആക്കുളം ദക്ഷിണ വ്യോമസേന കേന്ദ്രത്തിൽ നിന്ന് തുടക്കമായി. ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ മനീഷ് ഖന്ന ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ചന്ദ്രശേഖറാണ് റാലിക്ക് നേതൃത്വം നൽകുന്നത്. റാലി നാളെ രാവിലെ തിരുനെൽവേലിക്ക് തിരിക്കും. കണ്ണൂർ ജില്ലയിലെ കല്യാട്ട് ആരംഭിക്കുന്ന അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ 1ാം ഘട്ടം പൂർത്തിയായി. ഉദ്ഘാടനം ഈ മാസം 20-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 200 കോടിയോളം രൂപയുടെ പ്രവൃത്തിയാണ് 1ാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയത്. താളിയോല പഠന കേന്ദ്രം, 100 കിടക്കുകളോടുകൂടിയ മാതൃകാ രോഗി പരിചരണ കേന്ദ്രം, ഔഷധ പഠന കേന്ദ്രം എന്നിവ 1ാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഗവേഷണത്തിനും രോഗി പരിചരണത്തിനുമുള്ള പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി ആരംഭിക്കും. 2ാം ഘട്ട പ്രവർത്തനത്തിനുള്ള പ്രോജക്ട് റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കും. വലിയ ഗവേഷണ ലൈബ്രറി, മ്യൂസിയം, സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, തിയേറ്റർ എന്നിവ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് 2ാം ഘട്ടത്തിൽ നടപ്പാക്കുക. ആറ്റുകാൽ പൊങ്കാല മഹോത്സവം പരാതികളില്ലാതെ കുറ്റമറ്റ രീതിയിൽ സംഘടിപ്പിക്കുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ മുഴുവൻ സമയ കൺട്രോൾ റൂം ക്ഷേത്ര പരിസരത്ത് പ്രവർത്തിപ്പിക്കണമെന്നും പൊങ്കാലയോടനുബന്ധിച്ചു ചേർന്ന അവലോകന യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. ഈ മാസം 23 മുതൽ മാർച്ച് 4 വരെയാണ് പൊങ്കാല മഹോത്സവം. ശബരിമല സ്വർണ്ണ അപഹരണത്തിൽ യുവമോർച്ച നടത്തിയ നിയമസഭാ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ സംഘർഷമുണ്ടായി. പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ കാലതാമസം വരുത്തിയെന്നാരോപിച്ച് യുവമോർച്ച പ്രവർത്തകർ MG റോഡ് ഉപരോധിച്ചു. വിഴിഞ്ഞം തുറമുഖത്തെയും കൊച്ചിയെയും ബന്ധിപ്പിച്ചുകൊണ്ട് പുതിയ റെയർ എർത്ത് കോറിഡോർ സ്ഥാപിക്കുമെന്ന് മന്ത്രി P രാജീവ്. മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് കോവളത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പദ്ധതിയിലൂടെ കേരളത്തിലേക്ക് 42,000 കോടി രൂപയുടെ നിക്ഷേപവും 50,000 നേരിട്ടുള്ള തൊഴിലവസരങ്ങളും പ്രതീക്ഷിക്കുന്നതായി മന്ത്രി പറഞ്ഞു. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഗാസയ്ക്കും ഈജിപ്തിനും ഇടയിലുള്ള റഫ അതിർത്തി ഭാഗികമായി തുറന്നു. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തെ തുടർന്ന് 2024 മെയ്യിലാണ് റഫ അതിർത്തി അടച്ചത്. നിലവിൽ കാൽനട യാത്രക്കാരെ മാത്രമാണ് കടത്തിവിടുന്നത്. ഇസ്രായേൽ, ഈജിപ്ത്, യൂറോപ്യൻ യൂണിയൻ ബോർഡർ അസിസ്റ്റന്റ് മിഷൻ എന്നിവയാണ് അതിർത്തിയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. യുക്രൈനിൽ ആക്രമണം ശക്തമാക്കി റഷ്യ. ഏകദേശം 450 ദീർഘദൂര ഡ്രോണുകളും 70 മിസൈലുകളുമാണ് കഴിഞ്ഞ രാത്രി റഷ്യ പ്രയോഗിച്ചത്. 4 വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് US മധ്യസ്ഥതയിൽ അബുദാബിയിൽ ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ആക്രമണം. യുക്രൈനിന്റെ ഊർജ്ജ സംവിധാനങ്ങളെയാണ് റഷ്യൻ സൈന്യം ലക്ഷ്യമിട്ടതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പറഞ്ഞു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഗുജറാത്ത് ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം വഡോദരയിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഡൽഹി ഗുജറാത്തിനെ ബാറ്റിംഗിന് അയച്ചു. ഇന്നത്തെ വിജയികൾ വ്യാഴാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. 2025 സസ്യ എണ്ണ ഉൽപാദനം ലഭ്യത നിയന്ത്രണ ഭേദഗതി ഉത്തരവ് പാലിക്കാത്ത ഭക്ഷ്യ എണ്ണ കമ്പനികൾക്ക് സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. രജിസ്റ്റർ ചെയ്ത എല്ലാ സ്ഥാപനങ്ങളും വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം, സ്റ്റോക്കുകൾ, ഇറക്കുമതി, വിൽപ്പന എന്നിവ ഉൾക്കൊള്ളുന്ന പ്രതിമാസ റിട്ടേണുകൾ ഫയൽ ചെയ്യണം. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭയിൽ മോശമായി പെരുമാറിയെന്ന് കാണിച്ച് 8 പ്രതിപക്ഷ എംപിമാർക്ക് സസ്പെൻഷൻ. വെള്ളിയാഴ്ച നടക്കുന്ന പരീക്ഷാ പേ ചർച്ച വീക്ഷിക്കാൻ പൌരന്മാരോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതാണ് ഇന്ത്യ-US വ്യാപാര കരാറെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. 4.5 വർഷത്തിനുള്ളിൽ വനിതാ വികസന കോർപ്പറേഷൻ വഴി 3.5 ലക്ഷത്തോളം വനിതകൾക്ക് തൊഴിൽ നൽകിയതായി മന്ത്രി വീണ ജോർജ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.